ഉക്രൈനുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധങ്ങൾ കടുപ്പിച്ചപ്പോൾ അതിന്റെ അനന്തരഫലങ്ങളെപ്പറ്റി ലോകത്തിൽ ഒരു ആശങ്ക നിലനിന്നിരുന്നു. എണ്ണ ഒരു പ്രധാന വരുമാന മാർഗമായ റഷ്യ സാമ്പത്തികമായി പൊറുതിമുട്ടുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുമായി യുദ്ധം പ്രഖ്യാപിക്കുമോ എന്നും അത് പിന്നീട് ഒരു ലോകമഹായുദ്ധത്തിന് കാരണമാകുമോ എന്നും പല വിദഗ്ധരും ആശങ്കപ്പെട്ടിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഈ വിഷയത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ഇന്ത്യയും ഒരുപക്ഷെ ആ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടേക്കാം. എന്നാൽ ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിയ കഴിഞ്ഞ 3 വർഷങ്ങളിൽ റഷ്യൻ എണ്ണയുടെ കയറ്റുമതി നിലനിർത്താൻ മോസ്കോ കണ്ടെത്തിയ പുതിയ മാർഗം ഇപ്പോൾ ലോകത്തിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. പല വിശകലന വിദഗ്ധരും ക്രിമിനലി ബ്രില്യന്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നീക്കത്തിലൂടെ റഷ്യ രഹസ്യമായി തങ്ങളുടെ എണ്ണ വിപണി സജീവമാക്കി നിർത്തുകയാണ്. എനർജി ആൻഡ് ക്ലീൻ എയർ ഗവേഷണ കേന്ദ്രമായ CREA-യുടെ പുതിയ റിപ്പോർട്ടിലാണ് റഷ്യയുടെ ഈ തന്ത്രങ്ങളെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. പാശ്ചാത്യ നിയന്ത്രണങ്ങൾക്കിടയിലും 2025 ആദ്യ 9 മാസങ്ങളിൽ റഷ്യ ദശലക്ഷക്കണക്കിന് ടൺ എണ്ണ കടത്തിക്കൊണ്ടുപോയതായി റിപ്പോർട്ട് പറയുന്നു. ഈ കാലയളവിൽ റഷ്യയുമായി ബന്ധമുള്ള 113 ടാങ്കറുകൾ വിദേശ പതാകകൾക്ക് കീഴിൽ സഞ്ചരിച്ചു. അങ്ങനെ ഏകദേശം 11 ദശലക്ഷം ടൺ റഷ്യൻ എണ്ണയാണ് ഈ കപ്പലുകൾ വഹിച്ചത്. ഇതിന്റെ ആകെ മൂല്യം ഏകദേശം 4.7 ബില്യൺ യൂറോ വരും എന്ന് കണക്കാക്കപ്പെടുന്നു. റഷ്യയുടെ ഈ രഹസ്യ കയറ്റുമതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറിയത് ഇന്ത്യയാണ്. ഈ കപ്പലുകളിൽ 30 എണ്ണം ഏകദേശം 5.4 ദശലക്ഷം ടൺ ക്രൂഡ് ഓയിൽ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിച്ചു. ഈ ചരക്കുകൾക്ക് 2.1 ബില്യൺ യൂറോയുടെ മൂല്യം വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ പോലുള്ള പ്രധാന കമ്പനികളെ തടയുകയും ചെയ്തതോടെ മോസ്കോ സ്വീകരിച്ച തന്ത്രപരമായ മാറ്റമാണ് ഈ നിഴൽ കപ്പൽ വ്യൂഹം അഥവാ ഷാഡോ ഫ്ലീറ്റ്. റഷ്യൻ പതാകകൾ ഒഴിവാക്കി മറ്റു രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കാലപ്പഴക്കം ചെന്നതോ രഹസ്യമായി നിയന്ത്രിക്കുന്നതോ ആയ ടാങ്കറുകൾ ഉപയോഗിച്ചാണ് ഈ നീക്കം. ഡിസൈനുകളിൽ മാറ്റം വരുത്തി കപ്പലുകളുടെ ഐഡന്റിറ്റി മാറ്റുക, പതാകകൾ മാറ്റി രജിസ്റ്റർ ചെയ്യുക, ട്രാക്കിംഗ് സിഗ്നലുകൾ മറച്ചു വെക്കുക തുടങ്ങിയ രീതികൾ അവലംബിക്കുന്നതിനാൽ ചരക്കിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുന്നത് അത്യന്തം ദുഷ്കരമാണ്. 2022 മുതൽ ഈ സംവിധാനം വളരെയധികം വികസിച്ചു. 2025 തുടക്കത്തിൽ റഷ്യയുടെ കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതിയുടെ ഏതാണ്ട് പകുതിയോളം ഈ നിഴൽ കപ്പൽ വ്യൂഹം കൈകാര്യം ചെയ്തിരുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യൻ എണ്ണ വ്യവസായത്തെ തകരാതെ നിലനിർത്താനും ഇന്ത്യയെ പോലുള്ള പങ്കാളികൾക്ക് സ്ഥിരമായ എണ്ണ വിതരണം ഉറപ്പാക്കാനും ഈ തന്ത്രം ഒരു നിർണായക ജീവനാഡിയായി മാറിയിരിക്കുകയാണ്. ഉപരോധങ്ങൾ കർശനമാകുമ്പോഴും ഇത് തുടരുന്നുണ്ട്. ആഗോളതലത്തിൽ ഉപരോധം നടപ്പാക്കുന്നതിലെ പാളിച്ചകളും വാങ്ങാൻ ആളുകൾ തയ്യാറാവുന്നതും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രഹസ്യ ശൃംഖലയുടെ പ്രവർത്തനം തുടരും. ലോകം ഇതിനെ കുതന്ത്രമെന്ന് വിളിക്കുമ്പോഴും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അതിജീവനത്തിന്റെ ഒരു തന്ത്രമാണ്. അവിടെ റഷ്യയ്ക്ക് മുൻപിൽ റഷ്യയുടെ ശരി മാത്രമേ ഉള്ളൂ. റഷ്യയെ പോലൊരു ലോകശക്തിക്ക് മേൽ ഉപരോധങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് ആസൂത്രണം ചെയ്തവരുടെ ഇച്ഛ പോലെ പ്രവർത്തിക്കണമെന്നില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവ വികാസങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.